ഹെർണിയ ശസ്ത്രക്രിയക്കായി 2023 മാർച്ച് 18-നാണ് അഖിലയെ കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഖിലയെ അബോധാവസ്ഥയിലാണ് ബന്ധുക്കൾ പിന്നെ കണ്ടത്. ഒരു വർഷക്കാലം വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അഖില തിങ്കളാഴ്ച മരിച്ചു. ശസ്ത്രക്രിയക്കിടെ അഖിലയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ വീണ്ടും അനസ്തേഷ്യ നൽകിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് അഖിലയുടെ ഭർത്താവ് റജിൽ പറഞ്ഞു. ഞാൻ ആ ഡോക്ടറോട് ചോദിക്കുമ്പോഴും സർജറി ചെയ്ത ഡോക്ടറോട് പറയുന്നത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ 2-3 പ്രാവശ്യം പുള്ളിയെ കോൺടാക്ട് ചെയ്ത് പുള്ളി പറയുന്നത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല എന്നാണ് പുള്ളി പറയുന്നത്. അത്ര എന്താണെന്ന് പുള്ളി പറയുന്നില്ല. അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ പറഞ്ഞ ആൾ സ്റ്റിച്ച് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് റിക്കവറി വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊടുത്തതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്താണെന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം നമുക്കിവർ പറഞ്ഞിട്ടില്ല. ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിന് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയായിട്ടില്ല. ആകെ DLSAയിലുള്ള ഒരു ഇത് മാത്രമേ അവിടെ നടന്നുകൊണ്ടിരുന്നത്. DLSAയിലെന്ന് വിളിക്കും, പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഒന്നല്ല DMA ഉണ്ടാവില്ല, അല്ല അവർ ആ ടീം ആരെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇടയ്ക്കാണ് ഡോക്ടേഴ്സിൻ്റെ ടീമിനെ വെക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡോക്ടേഴ്സിൻ്റെ ടീമിനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ടീം ഡോക്ടേഴ്സ് ഇല്ല, ന്യൂറോ ഡോക്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡിലേ ആയി. ഈ 2 മാസം മുമ്പാണ് അവർ വന്നിട്ട് റിപ്പോർട്ടൊക്കെ എഴുതി പോയത്. സ്വകാര്യ സ്കൂൾ അധ്യാപികയായിരുന്നു അഖില. 2 മക്കളുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.